പറഞ്ഞത് ശരിയാ. ക്രിമിനൽ സ്ക്വാഡിന് എല്ലാവർക്കും പേടിയാടാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ആ ഗ്രീൻ ക്രിമിനൽ റിട്ടേൺ ആയതുപോലെ നമ്മുടെ ഈ ഇൻക്യുബേറ്റർ ക്രിമിനൽ എങ്ങനെ റിട്ടേൺ ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറിയിരുന്ന് കരയേണ്ടി വരും. എന്റെ അമ്മോ, റിട്ടേൺ ആയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എടാ, ഈ ഇൻക്യുബേറ്റർ ക്രിമിനൽ ബണ്ടിൽസ് ഒന്നും റിട്ടേൺ ആവാനുള്ള ചാൻസ് കുറവാടാ. അങ്ങനെ ഓരോരുത്തരൊക്കെ പറയുന്നത്. പിന്നെ ഗരീനയുടെ കയ്യിലാണ് മൊത്തം ഉള്ളത്. എടാ, നമുക്കൊരു റെഡ് ക്രിമിനലിനെയും കൂടി വിളിച്ചാലോടാ. അപ്പോ നല്ല രസമായിരിക്കും കാണാൻ. 4 ക്രിമിനൽസും ആയില്ലേ. എടാ, അതിന് എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ റെഡ് ക്രിമിനൽ ഒന്നും ഇല്ലടാ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട് ലിസ്റ്റിലുണ്ടോ? എടാ, ഒരുത്തനുണ്ടോടാ. പക്ഷെ അവൻ ഒടുക്കത്തെ ചാടിയാ റെഡ് ക്രിമിനലുള്ളതുകൊണ്ട്. അവൻ വിളിച്ചാൽ വരുമോന്നൊന്നും അറിയില്ല. എന്നാലും വിളിച്ചു നോക്കാം. എടാ, ബംഗാളിയാണോടാ അവൻ? അല്ലടാ, ബംഗാളി ഒന്നുമല്ല, മലയാളി തന്നെയാ. റെഡ് ക്രിമിനൽ ഉണ്ടെന്ന് വെച്ച് ഭയങ്കര ചാടയാടാ. ഇടയ്ക്കിടയ്ക്ക് പട്ടിഷ് വായിക്കുക. നമ്മുടെ അടുത്തും പർപ്പിൾ ക്രിമിനലൊക്കെ ഉണ്ട്. എന്ത് പറയാനാ. ആരാടാ ഈ റെഡ് ക്രിമിനലിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഈ നൂബിനെയൊക്കെ വിളിച്ചത്? അയ്യോ, ഞാനാടാ. അറിയാതെ കൈ തട്ടി വിളിച്ചു പോയതാ. ഏതാണോ ഈ നൂബ്? എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കിടന്നതാ. ചേട്ടാ, നിങ്ങളൊക്കെ ഏത് ബണ്ടിലായി ഇട്ടിരിക്കുന്നേ? ഓരോരുത്തർ ഇട്ട ബണ്ടിലും ഓരോ കളറാണല്ലോ. വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അതെ. എടാ നൂബേ, നീ ഒന്ന് സോളോ വന്നേ. ഞങ്ങൾ റെഡ് ക്രിമിനലിനെ വിളിക്കാൻ പോവാ. എന്നിട്ട് ഞങ്ങൾക്ക് സ്ക്വാഡായിട്ട് കളിക്കണം. ക്രിമിനൽ സ്ക്വാഡ് വരുന്നത് കണ്ടാൽ തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു പോകും. ചേട്ടാ, എന്നാ നിങ്ങളുടെ ക്രിമിനൽ സ്ക്വാഡിൽ എന്നെയും കൂട്ടുവോ? എടാ നൂബേ, അതിന് നിനക്ക് എവിടുന്നാടാ ക്രിമിനൽ ബണ്ടില്? നിന്റെ കയ്യിൽ ക്രിമിനൽ ബണ്ടില് പോയിട്ട് ഒരു അലോക്ക് പോലും ഇല്ലല്ലോ. പിന്നെ നിന്നെ എങ്ങനെയാ ഞങ്ങൾ സ്ക്വാഡിൽ ചേർക്കുന്നേ? ചേട്ടാ, ഈ ബണ്ടിൽ എവിടുന്നാ കിട്ടുക? ഗോൾഡ് റോയലിൽ വന്നതാണോ? മോനെ, ഗോൾഡ് റോയലും ഡയമണ്ട് റോയലും ഒന്നും അല്ല. ഇത് പണ്ടത്തെ ഇൻക്യുബേറ്റർ ബണ്ടിലാ. ഇത് വലിയ റയറാ. ഈ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിലില്ലേ നല്ല പൈസ പൊട്ടിക്കേണ്ടി വരും. അതിന് നിന്നെയൊക്കെ തൂക്കി വിറ്റാ പോലും കിട്ടില്ല. അയ്യോ ചേട്ടാ, എനിക്ക് ഈ ബണ്ടിൽ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ബണ്ടിലൊക്കെ കാണുന്നത്. എടാ നൂബേ, നീ വെറുതെ അല്ല കാണാത്തത്. ഈ ബണ്ടിൽ അധികം ആരുടെ അടുത്തൊന്നും ഇല്ല. ഞങ്ങളെപ്പോലത്തെ വലിയ വലിയ പ്രോ പ്ലേയേഴ്സിന്റെ അടുത്ത് മാത്രമേ ഇങ്ങനത്തെ ബണ്ടിലുള്ളൂ. ചേട്ടാ, എനിക്ക് നിങ്ങളുടെ സ്ക്വാഡിൽ കളിച്ചാൽ കൊള്ളാന്നുണ്ട്. എടാ, നിന്നോട് ഞങ്ങൾ മര്യാദക്കല്ലേ പറഞ്ഞത് നിന്നെ കൂട്ടാൻ പറ്റില്ല എന്ന്. നിന്റെ അടുത്ത് ക്രിമിനൽ ബണ്ടിലൊന്നും ഇല്ലല്ലോ. റെഡ് ക്രിമിനലിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ചേട്ടാ, ഞാൻ നിങ്ങളുടെ സ്ക്വാഡിൽ കയറാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാ ചേട്ടാ ആ റെഡ് ക്രിമിനൽ ബണ്ടിൽ കിട്ടുന്നേ? ചേട്ടാ, ആ റെഡ് ക്രിമിനൽ ബണ്ടിൽ എനിക്ക് ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ? അത് എപ്പോഴെങ്കിലും റിട്ടേൺ ആവോ? ഒന്ന് പോടാൻ മുമ്പേ റിട്ടേൺ ആവാൻ പോലും. പിന്നെ എവിടുന്നാ ചേട്ടാ റെഡ് ക്രിമിനൽ ബണ്ടിൽ കിട്ടുക? എടാ, അടുത്ത ആഴ്ച റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നീ പോയി വാങ്ങിക്കോ. ചേട്ടാ, എന്നെ പറ്റിക്കല്ലേ ചേട്ടാ. പറ ചേട്ടാ, പ്ലീസ് ചേട്ടാ. എടാ നൂബേ, നിനക്ക് റെഡ് ക്രിമിനൽ കിട്ടാൻ ആകെ 2 വഴിയേ ഉള്ളൂ. ഒന്നിക്ക് നീ റെഡ് ക്രിമിനലുള്ള അക്കൗണ്ട് വാങ്ങേണ്ടി വരും. അതൊന്നും നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതിനൊക്കെ നല്ല പൈസ പൊട്ടും. അയ്യോ ചേട്ടാ, എൻ്റെ ഈ പൊട്ടിയ ഫോൺ ശരിയാക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ചേട്ടാ, അപ്പോ ആ രണ്ടാമത്തെ വഴി ഏതാ? എടാ, രണ്ടാമത്തെ വഴി വലിയ കാര്യമൊന്നുമില്ല. നീ ഗ്ലിച്ച് ഫയൽ കയറ്റണം. അത് വെച്ച് നിനക്ക് മാത്രമേ കാണൂ. അങ്ങനത്തെ നൂബുകളെയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ചേട്ടാ, നിങ്ങളൊക്കെ പ്രോ പ്ലേയേഴ്സ് അല്ലേ? എന്താ എനിക്കൊരു അലോക്കിനെ തരുമോ? എന്നാ ഞാൻ പോയിക്കോളായിരുന്നു. ഒന്ന് പോടാ നൂബ്. എനിക്കെന്താ വട്ടല്ലേ ഒരു നൂബിന് അലോക്കിനെ കൊടുക്കാനൊക്കെ. അടുത്ത എലൈറ്റ് പാസ് എങ്ങനെ എടുക്കും നോക്കിയിരിക്കുക. അപ്പോഴാ ഒരു നൂബിന് അലോക്ക് വേണം പോലും. ഒന്ന് ഇറങ്ങി പോ നൂബേ. ഇപ്പൊ പോയാൽ നിന്നെ ഞങ്ങൾ കിക്ക് ചെയ്യില്ല. മര്യാദക്ക് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കിക്ക് ചെയ്ത് കളയും. എടാ, നീ ഏതായാലും ഇനി ഈ നൂബിനെ കിക്കൊന്നും ചെയ്യണ്ട. ഈ നൂബിന്റെ കൂടെ ഒരു മാച്ച് കളിക്കാം. ഇവൻ ഇത്രയും തൊള്ള തുറന്ന് പറഞ്ഞല്ലേ. എടാ, അതെന്ത് പറ്റിയടാ? റെഡ് ക്രിമിനൽ ഇല്ലേ? എടാ, അത് തന്നെയാടാ പ്രശ്നം. ആ റെഡ് ക്രിമിനൽ ഇപ്പൊ ഓഫ്ലൈൻ പോയിട്ടാ ഉള്ളത്. ഓ, ആ ജാടത്തേണ്ടി റെഡ് ക്രിമിനൽ. അവനും കൂടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് കിടിലനായിട്ട് പ്രാങ്ക് ഒക്കെ ചെയ്യായിരുന്നു അല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. തൽക്കാലം നമുക്ക് ഈ നൂബിനെയും വെച്ചൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. എടാ നൂബേ, നീ നേരത്തെ അലോക്കിനെ ചോദിച്ചതല്ലേ? എടാ നൂബേ, നമ്മളിപ്പോ ഒരു ക്ലാഷ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്യും. ആ ക്ലാഷ് സ്ക്വാഡ് നീ 1 കില്ല് എടുത്താൽ നിനക്ക് ആ അലോക്കിനെ അയച്ചു തരാം. ചേട്ടാ, 1 കില്ലാണോ?
എന്നാ ചേട്ടൻ അലോക്ക് വാങ്ങാനുള്ള ഡയമണ്ട് സെറ്റാക്കി വെച്ചോ. ഞാൻ എന്തായാലും ഒരു കില്ലടിക്കും. ചേട്ടാ, എൻ്റെ അടുത്ത് റെഡ് ക്രിമിനലുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ ചേർക്കുവോ? ഒന്ന് പോടാ നൂബേ തള്ളാതെ. നിനക്ക് എവിടുന്ന റെഡ് ക്രിമിനൽ അക്കൗണ്ട് കിട്ടുന്നേ? നീ എന്താ മോഷ്ടിക്കാൻ ഇറങ്ങുവാണോ? എടാ, അക്കൗണ്ട് കക്കാനൊന്നും നിക്കണ്ട കേട്ടോ. ഇപ്പൊ അക്കൗണ്ട് സ്കാമേഴ്സിനൊക്കെ വീട്ടിൽ പോയി കയറി പിടിക്കുന്ന കാലമാ. വെറുതെ നാണം കേടണ്ട. അയ്യോ ചേട്ടാ, മോഷ്ടിക്കൊന്നും അല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പം കളി നിർത്തുന്നാ പറഞ്ഞത്. അവൻ്റെ അടുത്ത് റെഡ് ക്രിമിനൽ വണ്ടിയിലൊക്കെ ഉണ്ട്. അവൻ വേണമെങ്കിൽ അവൻ്റെ അക്കൗണ്ട് എനിക്ക് തരും. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഞാൻ. ഒന്ന് പോടാ നൂബേ. ഒന്നിക്കിൽ ആ അക്കൗണ്ടിൽ ക്രിമിനൽ ബണ്ടിലൊന്നും ഉണ്ടാവില്ല. വല്ല വേറെ ഏതെങ്കിലും മണി ഹീസ്റ്റ് ബണ്ടിലെങ്ങാനും കണ്ടിട്ടായിരിക്കും അവൻ റെഡ് ക്രിമിനലാന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരന് വട്ടല്ലേ 19,000 രൂപയുടെ അക്കൗണ്ട് ഫ്രീ ആയിട്ടൊക്കെ തരാൻ. അയ്യോ ചേട്ടാ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ എന്ത് ചോദിച്ചാലും അവൻ എനിക്ക് തരും. അവൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കളി നിർത്തുമ്പോൾ എൻ്റെ അക്കൗണ്ട് നീ എടുത്തോന്നൊക്കെ. ചേട്ടാ, ഞാൻ നാളെ തന്നെ അവൻ്റെ അക്കൗണ്ടിൽ വരാം. നിങ്ങൾ എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കണേ. പിന്നെ ചേട്ടാ, എന്തായാലും എന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ ചേർക്കണേ. അതിനു വേണ്ടിയാണ് ഞാൻ അവനോട് അക്കൗണ്ടൊക്കെ വാങ്ങുന്നത്. എടാ നൂബേ, നീ വെറുതെ തള്ളല്ലേ. റെഡ് ക്രിമിനൽ അക്കൗണ്ട് ഒന്നും ആരും ഫ്രീ ആയിട്ട് തരുമൊന്നുമില്ല. അത് ചേട്ടാ, നിങ്ങൾ നാളെ കാണുമ്പോൾ വിശ്വസിച്ചാ മതി. A few moments later. ചേട്ടാ, എനിക്കൊന്ന് അലോക്കിനെ തരുവ ചേട്ടാ. ഞാൻ 2 കില്ലടിച്ചില്ലേ. എടാ നൂബേ, റെഡ് ക്രിമിനലുള്ള അക്കൗണ്ട് കിട്ടാൻ പോകുന്ന നിനക്ക് എന്തിനാ ഇനി അലോക്ക്? അത് ചേട്ടാ, അത് മറ്റേ അക്കൗണ്ടിലല്ലേ. ചേട്ടാ, നിങ്ങൾ ഏതായാലും പറഞ്ഞതല്ലേ അലോക്കിനെ തരാന്ന്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നേ? എടാ നൂബേ, നിനക്കല്ലേ റെഡ് ക്രിമിനലുള്ള അക്കൗണ്ട് OP കളക്ഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ എന്തിനാ ഈ നൂബ് അക്കൗണ്ടിൽ അലോക്കിനൊക്കെ? അത് ചേട്ടാ, ഈ അക്കൗണ്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കും. അപ്പൊ എനിക്ക് ഈ അക്കൗണ്ടിൽ അലോക്കിന് വേണം. അതുകൊണ്ടല്ലേ. ഒന്ന് പോടാ നൂബേ തള്ളാതെ. തള്ളി മറിച്ചിടുവാണല്ലോ. നീ പറയുന്നത് മൊത്തത്തിൽ അങ്ങ് വിശ്വസിക്കാൻ. ഞങ്ങൾ അത്രയ്ക്ക് വലിയ പൊട്ടന്മാരൊന്നും അല്ല. 2,000 years later. അവന്മാരോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞതാ എൻ്റെ അടുത്ത് റെഡ് ക്രിമിനലുള്ള അക്കൗണ്ട് ഉണ്ടെന്ന്. അന്നപ്പോ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവന്മാർ നേരിട്ട് കാണുമ്പോൾ വിശ്വസിച്ചോളും. അവന്മാരെന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ നൂബ്, എനിക്ക് അലോക്ക് തരില്ല. അവന്മാരുടെ മുന്നിൽ നിന്ന് പട്ടിശു ഇറക്കിയിട്ട് തന്നെ കാര്യം. അവന്മാർ ഗ്രൂപ്പിലുണ്ടല്ലോ. ഏതായാലും അവന്മാരുടെ ഗ്രൂപ്പിലേക്ക് തന്നെ ഒന്ന് റിക്വസ്റ്റ് കൊടുത്തു നോക്കാം. ചേട്ടന്മാരെ, ഇന്നലെ വന്ന നൂബ് തന്നെയാ ഇത്, ഈ റെഡ് ക്രിമിനലുള്ള അക്കൗണ്ടില്. എടാ നൂബേ, നീ അപ്പൊ ഇന്നലെ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങളല്ലേ എന്നെ കള്ളാന്നൊക്കെ പറഞ്ഞത്. ഞാൻ ആരോടും കള്ളമൊന്നും പറയാറൊന്നുമില്ല. എന്നാലും എന്നെ നൂബെ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നിന്നെ പോലെ ഒരു പരട്ട സെക്കൻഡ് കയ്യിൽ എവിടുന്നാടാ റെഡ് ക്രിമിനലുള്ള അക്കൗണ്ടൊക്കെ? ഇപ്പൊ ഞാൻ പരട്ടയായല്ലേ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ വന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് കുറെ ഇരന്ന് ചോദിച്ചല്ലേ എന്നെ നിങ്ങളുടെ സ്ക്വാഡിൽ കൂട്ടുമെന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കൂട്ടാൻ കഴിയില്ല. ഇനി ഞാൻ നിങ്ങളുടെ സ്ക്വാഡിൽ ചേരാൻ പോകുന്നില്ല. എടാ നൂബെ, അങ്ങനെ പറയല്ലടാ. നീ ഞങ്ങളുടെ സ്ക്വാഡിൽ വാടാ. അപ്പൊ ഞങ്ങൾക്ക് 4 കളറുള്ള ക്രിമിനൽസും ആവും. ഒന്ന് പോടോ. എനിക്ക് വേറെ സ്ക്വാഡ് സെറ്റായി. അത് ഞങ്ങൾ മൊത്തം റെഡ് ക്രിമിനൽസാ. ഏതായാലും അത്രത്തോളം പവർ വരില്ലല്ലോ നിങ്ങളുടേത്. ഈ റെഡ് ക്രിമിനൽ വെച്ച് നോക്കുമ്പോ നിങ്ങളുടെയൊക്കെ വെറും നൂബാ. എടാ നൂബെ, പ്ലീസ് എടാ വാടാ. ഒന്നുമല്ലെങ്കിൽ നിനക്ക് ഞങ്ങൾ അലോക്ക് തരാന്നൊക്കെ പറഞ്ഞതല്ലേ. ഒന്ന് പോടാ. നിങ്ങളോട് ഞാൻ കുറെ ചോദിച്ചല്ലേ എന്റെ മറ്റേ അക്കൗണ്ടിൽ അലോക്ക് വരുമെന്ന്. അപ്പൊ നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. ഞാൻ വേറെ സ്ക്വാഡിൽ പോയി കളിച്ചോളാം. നിങ്ങൾ ആ കോളനിയായ ഗ്രീൻ ക്രിമിനലിനെയും വിളിച്ച് കളിച്ചോ. അതാ നിങ്ങൾക്ക് നല്ലത്. റെഡ് ക്രിമിനൽ ഒന്ന് കണ്ടപ്പോ എല്ലാത്തിന്റെയും കണ്ണ് തള്ളിപ്പോയി. എന്റെ കൂട്ടുകാരൻ